SLC IT മോഡൽ എക്സാമിലെ HTML ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. A web page named elearning.html describing advanced e-learning technologies is given in exam documents folder in home. Make the web page attractive as shown in the model. Open the file elearning.html in a text editor and make the following changes to the styles. Set font color to red, text align to center in the main heading of the web page. The top technology trends in e-learning. അപ്പോൾ ഈ പറഞ്ഞ ഹെഡിങ്ങിനാണ് ഈ പറഞ്ഞ റെഡ് കളറിലും ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കൊടുക്കേണ്ടത്. Set text align to justify to the paragraph as shown in the model. Set background color light gray to the web page. Save the modified file elearning.html using save as option in exam 10 folder in home with your register number _ question number as the file name. Open the file in a web browser. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ മലയാളത്തെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. നൂതന ഇ ലേണിംഗ് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ elearning.html എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽസൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വെബ് പേജ് മാതൃകയിലേതുപോലെ ആകർഷമാക്കുക. elearning.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് സ്റ്റൈലുകളിൽ ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിൽ elearning.html ഈ ഫയലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഡബിൾ ക്ലിക്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫയലുള്ളത്. നമ്മളതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ കോഡാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ കാണുന്നില്ലെങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഉണ്ടാവും. നമ്മളിത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ കോഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെബ് പേജിലെ മെയിൻ ഹെഡിങ് ടോപ്പ് ടെക്നോളജി ട്രെൻഡ്സ് ഇൻ ഇ ലേണിംഗ് എന്നുള്ളതിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. ഫോണ്ട് കളർ റെഡ് ആക്കണം, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടോപ്പ് ടെക്നോളജി എന്നുള്ളത് ആ ഹെഡിങ് H1 എന്നുള്ള ടാഗിലാണ് ഉള്ളത്. അപ്പോൾ H1 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ H1 എന്ന് പറയുന്നതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഫോണ്ട് കളർ ഇവിടെ തന്നിരിക്കുന്നത് റെഡ് ആണ്. അപ്പോൾ ഇവിടെ റെഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ജസ്റ്റ് ബ്ലാക്ക് എന്ന് ഡിലീറ്റ് ചെയ്തിട്ട് റെഡ് എന്ന് ടൈപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്തത്. ഇനി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് എന്നുള്ളിടത്ത് മാറ്റിയിട്ട് നമ്മൾ സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ചെയ്തു. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിന് ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ ആക്കുക, വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രേ ആക്കുക. അപ്പോൾ പാരഗ്രാഫ് എന്ന് പറയുന്നത് P എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാരഗ്രാഫിൻ്റെ കമാൻഡ്സ് വരിക, കോഡ്സ് വരിക. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് എന്നുള്ളത് സെൻറ്റർ അല്ല ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ എന്ന് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് നിന്നായിരുന്നുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റിഫൈ എന്നാക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രേ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ടാഗ് കാണാം. അതിനുള്ളിൽ ബോഡി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്നുള്ളിടത്ത് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രേ എന്ന് കൊടുക്കുക. ലൈറ്റ് ഗ്രേ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മാറ്റം വരുത്തിയ ഈ ഫയല് സേവ സങ്കേതം ഉപയോഗിച്ച് ഹോമിൽ exam 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്തു. ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. സേവ് ആസ് ഇതിൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ട് സേവ് ചെയ്യണം. അതിനുവേണ്ടി സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ലൊക്കേഷൻ മാറ്റിയാണ് സേവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. അവിടെ ഹോമിൽ exam 10 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ elearning.html എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. .html അവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ SLCക്ക് കിട്ടിയ രജിസ്റ്റർ നമ്പർ അത് _ question number 3 ആണ്. അപ്പോൾ 3.html സേവ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഹോമിൽ exam 10 ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു വെച്ച ഫയല് ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഫയല്. അപ്പോൾ നമുക്ക് തന്നതുപോലെയുള്ള ഫോർമാറ്റിൽ അതിനെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A web page developed for a school cricket team is given. Modify the web page as shown in the model. Open the file cricketclub.html given in exam documents in home in a text editor and make the following changes to the styles. Set background color to
ഈ പറഞ്ഞ കോഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ആക്കണം. ആൻഡ് ടെക്സ്റ്റ് അലൈൻ ടു സെൻറ്റർ ഓഫ് ദ മെയിൻ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്. അപ്പോൾ ഈ പറഞ്ഞ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ പറഞ്ഞ കോഡാക്കി മാറ്റേണ്ടത്. അതേപോലെ ഇത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആക്കണം. സെറ്റ് ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ് 20px. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ സൈസ് 20px ആക്കി മാറ്റുക. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ഈ പറഞ്ഞ കളറും ആക്കി മാറ്റുക. Save the modified file using the Save As option in Exam 10 folder in Home with your register number _ question number as the file name. Open the file in a web browser. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ ക്രിക്കറ്റ് ടീമിന് വേണ്ടി തയ്യാറാക്കിയ വെബ് പേജിൻ്റെ മാതൃകയാണ് നൽകിയിരിക്കുന്നത്. ഈ മാതൃകയിലതുപോലെ ഒരു വെബ് പേജ് തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള cricketclub.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് സ്റ്റൈലുകളിൽ ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ള ഫയൽ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ളത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡിസ്പ്ലേ എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓപ്പണായി വരുന്നത്. നമുക്ക് ക്ലോസ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ കോഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാക്കി മാറ്റണം. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആക്കണം. അപ്പോൾ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ളത് H1 എന്ന് പറയുന്ന ടാഗിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹെഡിങ്. അപ്പോൾ ഈ H1 എന്നുള്ളതിൻ്റെ കളറ് നമ്മൾ മാറ്റുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ ഹാഷ് എന്നുള്ളത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ തന്നിരിക്കുന്നത് ടൈപ്പ് ചെയ്യാം. 081B0A ഇത് കൊടുത്തു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് എന്നുള്ളത് നമ്മളിവിടെ സെൻറ്റർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളോട് ഹെഡിങ്ങിൻ്റെ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിന് ഫോണ്ട് സൈസ് 20px കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് P എന്ന് പറഞ്ഞ ടാഗിൽ P ആണ് പാരഗ്രാഫ്. ഇവിടെ ഫോണ്ട് സൈസ് എന്നുള്ളത് 10 എന്നുള്ളത് മാറ്റി 20 ആക്കുന്നു. ഇനി വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ കളർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കോഡ് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ തന്നിരിക്കുന്ന 81B886 എന്ന് കൊടുക്കുന്നു. ഇത് കൊടുത്തു. ഇത്രയും ചെയ്തു. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. ഹോമിൽ എക്സാം 10 ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ question number 3 ആണ്. .html സേവ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇത് എക്സാം 10 എന്ന ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ തന്നത് ഈ ഒരു ഫയലാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യനെ തന്ന ഫോർമാറ്റിൽ തന്നെയുള്ള ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.